ഹലോ ഗെയ്സ്, ഞാൻ എല്ലാവരും അന്വേഷിച്ചിട്ടിലേക്ക് സ്വാഗതം. ഞാൻ കുക്കർ ഗ്ലാസ് വെച്ചിട്ടുണ്ടായി. ഞാൻ ഉണ്ണിപ്പിണ്ടി ഇലശ്ശേരി വെക്കാൻ പോകുകയാണ്. ഉണ്ണിപ്പിണ്ടി ഇലശ്ശേരി എന്ന് പറയും, ഉണ്ണിപ്പിണ്ടി പടുകൂട്ടാന്ന് പറയും, അങ്ങനെയുള്ള സാധനം വെക്കാൻ പോകുകയാണ്. അപ്പോൾ എല്ലാവരും അന്വേഷിച്ചിട്ടിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ എനിക്ക് വെള്ളം പാർന്നു കൊടുക്കുകയാണ്. വെള്ളം കുറച്ച് വെള്ളം പാർന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം പാടി ഞങ്ങൾ തേങ്ങയൊക്കെ വറുത്തരക്കാറുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. തേങ്ങ വറുത്തതുകൊണ്ട് പച്ചയുണ്ട്. രണ്ടും കൂടി ചേരുമ്പോൾ അതിൻ്റെ രസം കിട്ടുള്ളൂ. അപ്പോൾ ഇതാ മുതിര ദൂരമുണ്ട്. മുതിരി കൂട്ടി കൊടുക്കുകയാണ്. നെയ്യ് വറുത്ത് തട്ടിയ മുതിരയാണ് അതിൽ കൂട്ടി കൊടുക്കുന്നത്. പിന്നെ അതിൽ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലേസം വലിയ എരിയില്ലാത്ത മുളകാണ്. അപ്പോൾ കുറച്ചൊക്കെ തോന്നും. ലേസം ജീരകം ഇട്ടിട്ടുണ്ട്. ചെറിയ ജീരകം വല്ലാതെ വേണ്ട, കുറച്ചേ വേണ്ടുള്ളൂ. ചെറിയ ജീരകം പൊട്ടിട്ടിട്ടുണ്ട്. പിന്നെ ഉണ്ണിപ്പിണ്ടി കുറച്ചേ ഉള്ളൂ. നമ്മൾ ഞാൻ 2 പേരേ ഉള്ളൂ. അപ്പോൾ അത് ഇവിടുന്ന് വാങ്ങിയതാണ്. നാട്ടിൽ നിന്ന് ഇവിടുന്ന് വാങ്ങിയ ഉണ്ണിപ്പിണ്ടിയാണ്. അതിൽ കൂട്ടി കൊടുക്കുന്നത്. ഞാൻ നാട്ടിൽ ഇപ്പോൾ ഇല്ലാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഈ പൂളക്കിഴങ്ങ്. തൊപ്പക്കിഴങ്ങ് നാട്ടക്കിഴങ്ങൊക്കെ പറയും. അത് ഞങ്ങൾക്ക് തൊപ്പക്കിഴങ്ങ് പറയുന്നത്. തൊപ്പക്കിഴങ്ങുണ്ട്, ഇതാ പൂളക്കിഴങ്ങുണ്ട്, ഇതാ പാഴ്ചയുമുണ്ട്. അതൊക്കെ കൂട്ടാൻ ഞാൻ വെക്കാൻ പോകുന്നത്. അടിപൊളി ഒരു ഇലശ്ശേരി കൂടി കൂടിയിട്ടാണ്. ഇലശ്ശേരി പടുകൂട്ടാനൊക്കെ അങ്ങനെ പറയും. അപ്പോൾ അതിൻ്റെ അത് നിറച്ച് വലിയ സോപ്പ് കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി പോകാം. അപ്പോൾ അത് നല്ലോണം വേവിച്ച് കൊടുത്തതിന് ശേഷം നടത്തി കൊടുക്കണം. അതിലുണ്ട് നടത്തി കൊടുത്തതിന് ശേഷം കുക്കർ മൂടി വെക്കണം. അത് നല്ലോണം വെന്ത് വരട്ടെ. അപ്പോൾ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാം. ഓക്കെ. അപ്പോൾ തേങ്ങ വറുത്തതും പച്ചമുടി അരച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഫിസിൽ കളഞ്ഞ് നമ്മളെ ഇലശ്ശേരി ഇവിടെ പടുകൂട്ടാൻ ഇവിടെ ലെവലായിട്ടുണ്ട്. ഞാനത് കുക്കർ വെക്കാൻ പോവുകയാണ്. നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ കുക്കറൊക്കെ തുറന്ന് നല്ല പൂളക്കിഴങ്ങ് കാഴ്ചയൊക്കെ നല്ലോണം ഉടഞ്ഞ് വന്ന് നല്ല രസത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി കൊടുക്കണം. പിന്നെ മണം തന്നെ മൂട്ടി കഴിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റാണ്. കുറച്ച് ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ രസം കിട്ടുള്ളൂ. നമ്മൾ കുറച്ച് ചൂടുവെള്ളം, പച്ചവെള്ളം പാടാൻ പാടില്ല, ചൂടുവെള്ളം, വെള്ളം തീരെ പാടില്ല. ഇങ്ങനെ പെനയാണ് വേണം. അപ്പോൾ നമ്മൾ ഇതൊക്കെ രസം കിട്ടും. നല്ല രസത്തിൽ വന്നിട്ടുണ്ട്. അടിപൊളി മണം മുതലടി അതിൻ്റെ നല്ല മുതല കിട്ടുമ്പോൾ നല്ല രസമാണ്. ഞാൻ തേങ്ങ പാർന്നാൽ പൊന്നാലിൻ്റെ മേലെ വേറെ ലെവലിലാണ്. അപ്പോൾ വെക്കാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കി ലൈക്കും കമൻറ്റും സപ്പോർട്ടും ഒക്കെ പോയി മലയാളം ചെയ്യാറ്. അടിപൊളി ടേസ്റ്റാണ്. ഉച്ചക്കത്തെ സ്പെഷ്യലാണ്. എൻ്റെ മക്കൾക്കൊക്കെ അത് വലിയ ഇഷ്ടമാണ്. ആ നാട്ടിലും പട്ടണം ഇതൊക്കെ കഴിച്ച് നമ്മൾ കൊടുക്കുകയാണ്. നമുക്ക് കുറേ തേങ്ങ പാർന്ന് കൊടുക്കുക. തേങ്ങ അച്ഛൻ പാർന്ന് കൊടുക്കുന്നുണ്ട്. പാർക്കുകയാണ്. ഭയങ്കര തണുപ്പാണ് ഇവിടെ. ഇലശ്ശേരി പടുകൂട്ട ലെവലായിട്ടുണ്ട്. എല്ലാ രസം ഇപ്പം തന്നെ എനിക്ക് കഴിക്കാൻ തോന്നണം. നോക്കാം മിക്സിയുടെ ജാറൊന്ന് ചുഴറ്റി പാരണം. ചുഴറ്റി പാറിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ലെവലായി. ഇനി നമ്മൾ അത് വാങ്ങി കടുക് വാക്കാനും പോവുകയാണ്. കടിക്കുമ്പോൾ അതിൻ്റെ രസം മാറിയിട്ടും അപ്പോൾ നല്ല ലെവലിൽ കൂടി ഉണ്ടാകും. അടിപൊളി ഒന്നും പറയാം. ഞാൻ മാങ്ങി കൊടുക്കുകയാണ്. ഓക്കെ. അത് മാങ്ങി നമുക്കൊന്ന് മാങ്ങ തളിച്ച് കൊണ്ടിട്ടുണ്ട്. ഞങ്ങൾക്കൊന്ന് മാങ്ങാണ് തട്ടി വെച്ചിട്ട് 2 നേരം ചൂടായിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചെണ്ണ ഒരു നാട്ടിൽ നിന്ന് കൊടുക്കുന്ന വെളിച്ചെണ്ണയാണ്. അത് പാർന്ന് കൊടുക്കുകയാണ്. അതിൽ സ്വല്പം കടുക് കൊടുക്കും. അതിന് ശേഷം തേങ്ങ മറത്ത് കൊടുക്കണം. അങ്ങനെ മറത്ത് അതേ തടസ്സം അരിയെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ കടുക് കൂടി കടുകിട്ട് കൊടുക്കണം. തേങ്ങ തന്നെയാണ് കൊടുക്കുന്നത്. കടുക് കഴിഞ്ഞാൽ കടുക് തന്നെ വന്നിട്ട് പിന്നെ കടുക് കൊടുക്കാൻ പോകുന്നത്. കടുക് ഒക്കെ പറ്റുന്ന കൊടുക്കുന്നത്. കടുകും ഒരു പച്ചമുളകും കൂടി കൊടുക്കുകയാണ്. കടുക് ചുട്ടു നന്നായി കുട്ടി വരുമ്പോൾ പച്ചമുളക് കിടക്കണം.
അടിപൊളിയാണ്. അപ്പോൾ അതാ ലെവലായിട്ട് മാറ്റി കൊടുക്കുക. പടുകൂട്ടാൻ പുലിക്ക് ഇവിടെ ലെവലാക്കി ഒന്ന് ഉറക്കി എല്ലാവർക്കും കൂടി ആ കടുക്കും തേങ്ങ കിട്ടാൻ്റെ പറ്റി നമ്മളിങ്ങനെ അടക്കി കൊടുക്കാം. ഇനി കുണ്ടി തേനശ്ശേരി പടുകൂട്ടാൻ ലെവലാക്കി അപ്പോൾ ഞാൻ മാനിക്കാം. ഓക്കെ.